35 വർഷമായി അരയ്ക്ക് താഴെ തളർന്നു ജീവിക്കുന്ന മായയുടെ സർഗാത്മക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ സാഹിത്യ പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അങ്കമാലി നായത്തോട് സ്വദേശി മായ ബാലകൃഷ്ണന് വീട്ടിലെത്തി സമ്മാനിച്ചു. നേരിട്ട് ഇന്നുവരെ പുരസ്കാരം വാങ്ങാൻ കഴിയാത്ത വേദന പങ്കുവച്ച് മായ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാണ് മന്ത്രി വീട്ടിലെത്തിയത്. 55-കാരിയായ മായ കഴിഞ്ഞ 35 വർഷത്തോളമായി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ച് കിടപ്പിലാണ്. മായയുടെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നടക്കാൻ കഴിയാത്ത മായയ്ക്ക് കഴിഞ്ഞ ജനുവരി 21-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് അങ്കമാലിയിലോ സമീപ പ്രദേശങ്ങളിലോ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ ഏതിലെങ്കിലും വെച്ച് അവാർഡ് സ്വീകരിക്കാൻ താൽപ്പര്യമുണ്ടെന്നറിയിച്ച് മായ മന്ത്രി ബിന്ദുവിന് കത്തെഴുതി. കത്ത് അനുഭാവപൂർവ്വം പരിഗണിച്ച മന്ത്രി വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ആ പ്രഥമ മത്സരത്തിൽ ആദ്യമായിട്ട് കവിതാ സമാഹാരത്തിന്റെ പേരിൽ പുരസ്കാരം ലഭ്യമായ വ്യക്തിയാണ് മായ. മായയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇനിയും എഴുതാൻ സാധിക്കട്ടെ. നിരവധി അവാർഡുകൾ എനിക്ക് കൈവന്നിട്ടുണ്ടെങ്കിലും നേരിട്ട് അത് ആ പ്രശസ്തി പത്രവും മെമെൻറ്റോയും എൻ്റെ കൈകളിൽ നേരിട്ട് വാങ്ങുന്നത് ആദ്യമായിട്ടാണ്. മന്ത്രി ആർ ബിന്ദുവിനു പുറമെ അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ, സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും പരിപാടിക്കെത്തിയിരുന്നു. മണ്ണാങ്കട്ടയും കരിയിലയും കൂടാതെ തുടികൊട്ട, നിഷ്കാസിതയുടെ ആരൂഢം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥാസമാഹാരവും മായക്കാലം, വിരലിൽ വിരിയുന്ന മായ എന്നീ ആത്മകഥാംശമുള്ള പുസ്തകങ്ങളും മായ രചിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.